ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. ശബരിമലയിലെ 2047 ഞമ്മന്റെ ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നല്ലോ പല്ലിന് വിടവുള്ള അവൻ എപ്പോ എവിടെയാ? നായിന്റെ മോനെ, ഈ ശബരിമലയിലെ അത് പച്ചക്കൊടിയുടെ മുഹമ്മദ്, കാര്യം അത് എന്താ? മുഹമ്മദ് നായിന്റെ മോൻ. നായിന്റെ മോനെ, എടാ അത് മുഹമ്മദ് നബി. തെറിയില്ലാതെ പോട്ടെ, തെറി വേണ്ട, തെറി തെറി പറഞ്ഞോട്ടെ, ഇല്ലാതെ. തെറി പറഞ്ഞോട്ടെ. മുഹമ്മദിനെ വിളിക്കുന്നത് ആരുടെ മോനാന്ന് അറിയാൻ തെറി മാത്രം ഒഴിവാക്കി പോകണം. മുഹമ്മദ്. തെറി മാത്രം വേണ്ട, ബാക്കി ചർച്ചകൾ നടക്കട്ടെ. തെറി മാത്രം ഒഴിവാക്കണം. ഇതിന്റെ മറ്റേ സാധനം സുനാപ്പി മാരുടെ ഈ രണ്ട് ബാണങ്ങളെ താഴെ എടുത്തിട്ടേ പോയി മക്കളെ. ഈ നിന്റെ മുഹമ്മദ് ഇവിടെ ഇല്ലടാ താഴെ ഇടാനായിട്ട്. താഴെ എടുത്തിട്ട് വേറെ റൂം തീരും. അതിന്റെ മക്കളെന്നൊക്കെ വിളിക്കാതെ ആരാ ഇത്? വിളിച്ചത് മുഹമ്മദ്. അസഭ്യം ഒഴിവാക്കി പോണം. അസഭ്യം പറഞ്ഞാല് ഇത് വെറുതെ അലമ്പിൽ അവസാനിക്കുന്നു. നമുക്ക് ഒരുപാട് കാര്യം അല്ല. ചൂടോ ഒന്ന് കേൾക്ക്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നാട്ടുകൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് പറയാനുള്ള അവസരം കിടക്കുമ്പോ തെറി പറഞ്ഞ അലമ്പാക്കിട്ട് ഒരു കാര്യമില്ല. എന്താണ് കമ്പികൾ എന്ന് നിങ്ങൾ മുഹമ്മദിന്റെ സംസ്കാരം ഇറക്കുന്നതല്ലേ? അല്ല, അത് തെറി ഒഴിവാക്കി പോട്ടെ. അസഭ്യം ഒഴിവാക്കി നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഇന്ന് ചോപ്പ് വേറെ, ചോപ്പ് നരച്ച കാവി വേറെ ആയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. ഞാൻ പറഞ്ഞില്ല, അത് ഇതെല്ലാം ഒന്നായി തീർന്നിരിക്കുന്നു. കടുത്ത കാവിയാണ് ചുമപ്പ്, നരച്ച ചുമപ്പാണ് കാവി. അങ്ങനെ ആയിരിക്കുന്നു. ഇവിടെ ഹോട്ട് ടോപ്പിക് എടുത്തിട്ട് നിങ്ങൾ ഡൈവേർട്ട് ചെയ്യല്ല. ഇവിടെ പച്ച വെളിച്ചത്തിന്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ശബരിമലയിൽ പച്ചക്കൊടി ഉയർത്താനുള്ള ആംബിയർ വരെ ഇവിടുത്തെ സുഡാപ്പികൾക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് ശ്രീകോവിലിന്റെ മുകളിലായിട്ട് പച്ചക്കൊടിയും ആ പച്ചക്കൊടിയിൽ വെള്ള നിലാവും നക്ഷത്രമുള്ള കൊടിയാണ് കഴിഞ്ഞ ദിവസം ജിഹാദികൾ പൊക്കിയത്. പ്രതീഷ് വിശ്വത എന്ന് പറയുന്ന കവട്ട സംഖ്യ പോലും ആ കൊടി ആരഴിച്ചു മാറ്റണം എന്നുള്ള വിഷയത്തെ പറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ആരോപണം തന്നെയാണ് ഈ പച്ച വെളിച്ചം എന്ന് പറയുന്നത്. പോലീസിലെ RSSന്റെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടെന്നും അത് പുറത്തു വിട്ടുവെന്നും പറഞ്ഞൊരു പോലീസുകാരനെ, അനസ് എന്ന് പറയുന്ന പോലീസുകാരനെ പിരിച്ചുവിടുകയുണ്ടായി. അവൻ പിരിച്ചുവിട്ടിട്ട് അവനെതിരെ BJP അവന്റെ വീടടിച്ച് തകർക്കുന്ന രീതിയിലേക്ക്, വീട്ടിലേക്ക് കല്ലേറുന്ന രീതിയിലേക്ക് സമരങ്ങൾ പോയപ്പോ അവൻ ഒളിവിൽ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവന്റെ അമ്മാച്ചന്റെ പഴയതെടുക്കുന്ന ആക്രിക്കടയിൽ പണിയെടുത്തിട്ടാണ് പോലീസ് ട്രൈബ്യൂണലിൽ ആ പൈസ കൊണ്ട് അവൻ കേസ് കൊടുക്കുന്നത്. ആ കേസിനെ തുടർന്നാണ് പോലീസ് ട്രൈബ്യൂണൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കേസ് ഇല്ല എന്നും അങ്ങനെ ഒരു ഹിറ്റ് ലിസ്റ്റ് പോലീസിന്റെ കയ്യിലില്ല എന്നും കണ്ടെത്തിയതിനെ തുടർന്ന് ഈ അനസീനെ സർവീസിൽ തിരിച്ചെടുക്കണമെന്ന് ട്രൈബ്യൂണൽ വിധിച്ചു. അവനെ പിരിച്ചുവിട്ടത് മുതലുള്ള ശമ്പള കുടിശ്ശികൾ കൊടുത്തു തീർക്കണമെന്നും സർവീസിൽ അവനെ ഇൻക്രിമെന്റ് അനുവദിക്കണമെന്നും മറ്റേ പ്രമോഷൻ അനുവദിക്കണമെന്നും ഒക്കെയാണ് ഈ ജുഡീഷ്യൽ കമ്മിറ്റി കണ്ടെത്തിയത്. അപ്പൊ ആ പോലീസുകാരനെ സർവീസിൽ തിരിച്ചെടുക്കാൻ ഈ സർക്കാർ കാണിക്കുന്ന കാലതാമസത്തെ ഉമേഷ് വള്ളിക്കന്ന് പറയുന്ന സർവീസിലിരിക്കുന്ന പോലീസുകാരൻ ചോദ്യം ചെയ്യുകയും അത് പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തതിന്റെ പേരിലാണ് ഉമേഷ് കേക്കുന്നില്ലേ? ഇപ്പൊ കേക്കണ്ട്, കഴിഞ്ഞെങ്കിൽ മ്യൂട്ട് ചെയ്. അതായത് ഉമേഷ് പള്ളിക്കുന്നെന്ന് പറയുന്ന പോലീസുകാരനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള കാരണത്തിന് മെയിൻ കാരണമായിട്ട് പത്തനംതിട്ട SP കൊടുത്ത റിപ്പോർട്ടിൽ ഈ അനസ് എന്ന് പറയുന്ന പോലീസുകാരനെതിരെ ഈ എടുത്ത നടപടി തിരുത്തേണ്ട ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ സർക്കാർ ഗൗനിക്കുന്നില്ല എന്ന് പരസ്യമായി പോസ്റ്റ് ഇട്ടതിനാണ് ഉമേഷ് വള്ളിക്കുന്നിനെ പോലീസ് സർവീസിൽ നിന്ന് തന്നെ ഡിസ്മിസ് ചെയ്യുന്നത്. സസ്പെൻഷൻ അല്ല, ഡിസ്മിസ് ആണ് ചെയ്തത്. എന്നിട്ടാണ് ഇവന്മാർ ഇവിടെ കിടന്ന് പച്ച വെളിച്ചം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, RSSകാരുടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ട്, അത് സുഡാപ്പികൾ ആർക്കോ ചോർത്തി കൊടുത്തു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു ലിസ്റ്റ് പോലീസിലില്ല എന്ന് DGP സമ്മതിക്കുന്നു. എന്നിട്ട് ഇവിടെ കിടന്ന് ഈ കവട്ട സംഖ്യകൾ ഇങ്ങനെ വെച്ച് ആരുണ്ടാക്കാനാണ്? ഇതൊക്കെ കേരളത്തിലെ ബോധമുള്ള ജനങ്ങൾക്കറിയാം. ഈ ഉമേഷ് വള്ളിക്കുന്ന് എന്ന് പറയുന്നവൻ ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ടുണ്ട് പോലീസിലെ അഴിമതികളെ പറ്റിയിട്ട്, ഇതുപോലെയുള്ള ഭീകര ആരോപണങ്ങളെ പറ്റിയിട്ട്. ഒരു പോലീസുകാരൻ അവന്റെ ജീവിതവും അവന്റെ കുടുംബവും തകർക്കുന്ന രീതിയിലേക്ക് ഈ RSS കാപാലികര് അവനെ വ്യക്തിപരമായി ആക്രമിക്കുകയായിരുന്നു. ഇനി ആരാണ് അതിന് കൗണ്ടറുള്ളത്? പറ. അല്ല, കൗണ്ടർ ചെയ്യുമ്പം മാജിക്ക് ഒന്നും അനുവദിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ല, ദേവദാസ് ഒറ്റ സെക്കൻഡ്. ഇതിനകത്ത് ഈ പറയുന്ന പച്ചവെളിച്ചം പോലീസിന്റെ കേസ് കേട്ട് നമ്മൾ കണ്ടതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഇവിടെ എത്രമാത്രം ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ അതൊക്കെ നമ്മൾ പിടിക്കുന്നു. അതിനുശേഷം പച്ചവെളിച്ചം വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്.
അതിന്റെ എല്ലാം കൂടെ കൂട്ടിയാണ് പറയുന്നത്. എടാ വാട്സപ്പ് ഗ്രൂപ്പ് അതിനെ കുറിച്ച് പറയടാ. നീ മറ്റേ തത്വമസിയുടെ കാര്യം പറ. ഞാൻ തീരുമാനിച്ചോളാം. ഇത്രയും നേരം നീ ഇത്രയും നേരം അതല്ല കൊണച്ചോണ്ടിരുന്ന. അപ്പൊ അതിനെപ്പറ്റി പറയും. നീ മാറ്റിക്കൊണ്ടോല്ലേ, വിഷയം മാറ്റിക്കൊണ്ടോല്ലേ? സംഘികളോട് സത്യം പറയാൻ ആവശ്യപ്പെടുന്ന പൈസ ഇല്ല. ഞാൻ അതാണ് മാജി കോയ ഫൈസൽ അബ്ദുള്ള. ഇപ്പൊ അതാണ് മാജി നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ മുറുക്കെ പിടിച്ചോളൂ. ഇപ്പൊ ഇതിനകത്ത് പറയേണ്ടത് ഇത്രേ ഉള്ളൂ. ഇത്തരം പല കാര്യങ്ങള് നമ്മള് PFIക്ക് കൊണ്ടുപോയിട്ട് ഞങ്ങൾ പൊന്നാനി കൊണ്ട് സുന്നത്ത് ചെയ്തിട്ടുണ്ട് മുകളില്. അയ്യോ പച്ച വെളിച്ചത്തിനെ കുറിച്ച് പറ. ഇനിയും കട്ട് ചെയ്യരുത്. അത് ഇല്ലാതായി പോകും. അതുകൊണ്ട് ഫൈസൽ